ഞാനിന്ന് കുറച്ച് മത്തി അച്ചാറിട്ടായിരുന്നു കേട്ടോ. നമുക്കിനി ഇവിടെ വ്രതവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരാഴ്ചയായിട്ട് 41 ദിവസം വ്രതം എടുക്കും. അപ്പോൾ ഇനി മീൻ മേടിക്കലൊക്കെ കുറവായതുകൊണ്ട് എനിക്കും മക്കൾക്കുമായിട്ട് കുറച്ചധികം മീൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ, അച്ചാറിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം മത്തിയാണ് ഞങ്ങൾക്ക് അച്ചാറിടുന്ന ഏറ്റവും ഇഷ്ടം. ചൂരയും മത്തിയും കൊണ്ടുവന്നു. ചൂര നമ്മൾ കറി വെക്കുക കേട്ടോ ചെയ്തത്. അപ്പം മത്തി നമ്മളിതേ വെട്ടി വൃത്തിയാക്കിയിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് പെരിട്ടിയിട്ട് ഒരു അരമണിക്കൂറോളം വെച്ചായിരുന്നേ. അതിനുശേഷം നമ്മളിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കുറേശ്ശെ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറേശ്ശെ മത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മൾ ചെറിയ മത്തി ആയതുകൊണ്ട് കഷ്ണങ്ങളൊന്നും ആക്കിയിട്ടില്ല കേട്ടോ, അതേപടി തന്നെ ഫ്രൈ ചെയ്യുവാണേ. അപ്പം നമുക്കിത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ കേടുകൂടാതെ കുറച്ച് നാളിരുന്നോളും. പിന്നെ ഇതിനായിട്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മത്തി ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇനി അച്ചാറാക്കാനും പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുവാണേ. ഫ്രൈ ചെയ്ത എണ്ണ ആയതുകൊണ്ട് ഈ പതഞ്ഞ് വരുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു 4 സ്പൂണോളം എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും അതുപോലെ നമ്മൾ കടുകും ഉലുവയും വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി കായപ്പൊടിയും അതുപോലെ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി വിനാഗിരി കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ബോട്ടിലാക്കി അടച്ച് സൂക്ഷിക്കാം. കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.